ഒന്ന് സഹായിക്കണം. ഞങ്ങൾക്ക് സാമ്പത്തികമായി വളരെ ഞങ്ങൾ ബുദ്ധിമുട്ടിലാണ്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു ജോലിയോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല. ഞങ്ങൾ ഇത്രത്തോളം നാൾ കർത്താവിൻ്റെ വേല ചെയ്ത് സ്വന്തം കൈകൾ കൊണ്ട് അധ്വാനിച്ചിട്ടാണ് ചെയ്തുകൊണ്ട്. എത്ര റബ്ബർ വെട്ടുമായിരുന്നു? 1750 മരം വെട്ടുമായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും ടാപ്പിംഗ് ചെയ്യും, രണ്ടുപേരും കൂടെ ചെയ്യും. 1750 മരം വെട്ടുകയും അപ്പോൾ തന്നെ സുവിശേഷ വേലയും ചെയ്യും. അങ്ങനെയായിരുന്നു. അങ്ങനെ മൂന്ന് മക്കളെയും കർത്താവിന്റെ വേലയ്ക്ക് ആക്കി. 3 പേരും കർത്താവിന്റെ വേലയ്ക്ക് പോയി. വിട്ടുവാ. ഇപ്പോഴും അവർ ചോദിക്കും, ഞങ്ങൾ പറഞ്ഞു വേണ്ട, കലപ്പയ്ക്ക് വെച്ചിട്ട് സുഖത്തിൽ കൊള്ളാവുന്നതിനല്ലല്ലോ, അതുകൊണ്ട് ഞങ്ങൾ ജീവിച്ചോളാം, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറയും. അങ്ങനെ ഇത്രത്തോളം ദൈവം ഞങ്ങളെ കൊണ്ടുവന്നു. ഞങ്ങൾ ഒത്തിരി കഷ്ടത്തിലും പ്രയാസത്തിലുമാണ്. ഞങ്ങൾ ജപ്തി നടപടിയുടെ മധ്യത്തിലാണ്. ഞങ്ങൾ ബാങ്കുകാരോട് കാല് പിടിച്ച് കരഞ്ഞ് അവരുടെ അടുത്ത് പോയി, ഞങ്ങളെ ജപ്തി ചെയ്യരുത്, ഞങ്ങളെ ഉപേക്ഷിക്കരുത്, ഞങ്ങൾക്ക് നീട്ടിത്തരണം, ദൈവം ഞങ്ങൾക്ക് തരും, ദൈവം ഞങ്ങൾക്ക് തരുമ്പോൾ ഞങ്ങൾ അടയ്ക്കാം എന്നുള്ള വിശ്വാസത്തോടെ ഞങ്ങൾ പറയുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. 25-നാണ് ദേവദാസൻ ഇപ്പോൾ രോഗിയായി ഇങ്ങനെ ഭാരപ്പെടുവാനിടയായി. ഞാൻ ഇവിടെ 10 വർഷത്തോളമായി കാലിന് സുഖമില്ലാതെ, ശരീരത്തിന് സുഖമില്ലാതെ ഭവനത്തിൽ വിശ്രമിക്കുകയായിരുന്നു. അപ്പോഴാണ് ദേവദാസനും ഈ അവസ്ഥ വന്ന്. ഞങ്ങൾക്ക് വലിയ കടബാധ്യതയാണ്. എങ്ങനെ വീടണമെന്ന് അറിയുന്നില്ല. രാവും പകലും ദൈവത്തോട് നിലവിളിക്കുക മാത്രമാണ് ചെയ്യുന്നത്. അക്കൗണ്ടിൽ മാത്രം പൈസ അയക്കുക, വേറെ ഒരു അക്കൗണ്ടിൽ പൈസ അയക്കേണ്ട. നമ്മുടെ യൂട്യൂബിൻ്റെ നിയമപ്രകാരം നമുക്ക് യൂട്യൂബിനകത്ത് അക്കൗണ്ട് നമ്പർ ഇപ്പോൾ കൊടുക്കാനായിട്ട് പറ്റുകയില്ല. അതുകൊണ്ട് ബന്ധപ്പെടുവാനുള്ള ഫോൺ നമ്പറാണ് കൊടുക്കുന്നത്. സഹായിക്കാൻ പ്രിയമുള്ളവർ സഹായിക്കണം, മാക്സിമം അവരെ സഹായിക്കണം. സഹായിക്കാൻ താല്പര്യമുള്ള പ്രിയമുള്ളവരെ ഈ ഫോൺ നമ്പറിൽ കൊടുക്കുന്ന ഫോൺ നമ്പറിൽ വിളിക്കുകയോ വാട്സാപ്പിൽ ഒരു മെസ്സേജ് അയക്കുകയോ ചെയ്താൽ തീർച്ചയായിട്ടും ഇവരുടെ എല്ലാ രേഖകളും അയച്ചു തരാം. അതുപോലെ തന്നെ ബാങ്ക് അക്കൗണ്ട് അയച്ചു തരാം. ഇവരുടെ തന്നെ ബാങ്ക് അക്കൗണ്ടാണ്, വേറെ ഒരു അക്കൗണ്ടിൽ നമുക്ക് പൈസ അയക്കേണ്ട. പ്രിയമുള്ളവർ, എൻ്റെ പേര് പാസ്റ്റർ സജി പള്ളിക്കുന്ന്. 1998 മുതൽ കഴിഞ്ഞ 6 മാസം മുമ്പ് വരെ സ്ട്രോക്കായി വീഴുന്നത് വരെ ദൈവവേല ചെയ്ത ഒരു കർത്തദാസൻ. പക്ഷേ ഇതുവരെ ഒരു രൂപ പോലും സപ്പോർട്ടായിട്ട് അദ്ദേഹം വാങ്ങിച്ചിട്ടില്ല. മറിച്ച് അദ്ദേഹം റബ്ബർ വെട്ടി ഒപ്പം തന്നെ കർത്താവിൻ്റെ വേല ചെയ്യുകയായിരുന്നു. ഉണ്ടായിരുന്നതിൽ 5 സെൻറ്റ് സ്ഥലം ഒരു ചർച്ച് പണിയാൻ വേണ്ടി അദ്ദേഹം കൊടുത്തെന്ന് പറഞ്ഞാൽ അന്ന് വിറ്റ സമയത്ത് അദ്ദേഹം പറയുന്നതാണ്, വിറ്റപ്പോൾ 10,000 രൂപ ലഭിച്ച പൈസ കട്ട വാങ്ങിക്കാനും മറ്റുമൊക്കെ ഹോള് പണിയാനും ചെലവഴിച്ച് അങ്ങനെ വിശ്വാസത്തോടെ ജീവിച്ച ഒരു കർത്തദാസൻ ഇപ്പോൾ ജപ്തി ഭീഷണി നേരിട്ട് ഇപ്പോൾ കിടക്കുകയാണ്. നമുക്ക് അദ്ദേഹത്തെ ഒന്ന് കാണാം. പ്രയാസത്തിൻ്റെ നടുവിൽ ഈ ദേവദാസനായിരിക്കുമ്പോൾ നമുക്ക് ദേവദാസൻ്റെ വാക്കുകൾ കേൾക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ. ദയവായിട്ട് ഈ വീഡിയോ ഒന്ന് കാണണേ. ഈ ദേവദാസൻ്റെ ജോസ് പാസ്റ്ററുടെ കാല് ഇങ്ങനെ വിറച്ചുകൊണ്ടിരിക്കും. സമയം വളരെ പ്രയാസത്തിലൂടെ പോകുന്നു. 3 മക്കൾ ദൈവം ധാരാളമായി നൽകി. 3 മക്കളെയും കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി വിട്ട് ഈ മാതാപിതാക്കൾ 2 പേരും തനിയാണ് ഇവിടെ ഉള്ളത്. വളരെ വിശ്വാസത്തിൽ ജീവിച്ച ഈ ഒരു കുടുംബം അനുഭവിക്കുന്ന വളരെ കഷ്ടതയാണ്. ദയവായിട്ടൊന്ന് കാണണേ, ഈ വീഡിയോ ഒന്ന് കാണണേ. ദൈവം അനുഗ്രഹിക്കട്ടെ. ആൻറ്റി, ഇത് തളിപ്പറമ്പിൽ നിന്ന് എത്ര ദൂരമുണ്ട് ഇങ്ങോട്ട്? 22 കിലോമീറ്റർ ഉണ്ട്. അതെ 22 കിലോമീറ്റർ. ഇതേത് പഞ്ചായത്താ? എടമംകുറ്റി. എത്രാമത്തെ വാർഡാ? 11ാം വാർഡ്. ആൻറ്റിയുടെ പേരെന്താ? ലീലാമ്മ. പാസ്റ്റർ പേര് ജോസ്. ഓക്കെ, വിവരങ്ങൾ പറയാമോ? സംസാരിച്ചോളൂ. ഞങ്ങൾ 2 പേരും മാത്രമേ ഇവിടെയുള്ളൂ. കർത്താവിൻ്റെ വേലയിലായിരുന്നു. ജൂലൈ മാസത്തിൽ 6 മാസം മുമ്പ് പാസ്റ്റർക്ക് പെട്ടെന്ന് സ്ട്രോക്ക് വന്ന് പ്രഭാത ഞാമത്തിൽ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പോഴാണ് സംഭവിച്ചത്. ഹോസ്പിറ്റലിൽ പോയി. പരിയാരം മെഡിക്കൽ കോളേജിൽ കണ്ണൂർ തന്നെയായിരുന്നു. അവിടുന്ന് തൃശ്ശൂർ ജില്ലയിലെ ആശുപത്രിയിലേക്ക് മാറി 4 മാസം അവിടെ കിടന്നു. ഒത്തിരി കഷ്ടതയും പ്രയാസവും
എല്ലാം അനുഭവിച്ചു. ഞങ്ങൾ രണ്ടുപേരും സുഖമില്ലാത്തവരാണ്. കാലിനും രണ്ടിനും സുഖം. ആൻറ്റിയുടെ കാലിനും സുഖമില്ല. എനിക്ക് ആൻറ്റി കാല് കാണാം. ഇതാണ് ഇപ്പോൾ ഈ കാലിൻ്റെ സ്ഥിതി ഇങ്ങനെയാണ്. ആൻറ്റിക്കും നടക്കാൻ പറ്റില്ല. പാസ്റ്ററുടെ സ്ഥിതിയും ഇത് തന്നെയാണ്. ഓക്കെ, പിന്നെ ഈ വടിയുടെ സഹായത്താൽ ഇങ്ങനെ വലിഞ്ഞ് ഇവിടെയൊക്കെ ഞാൻ നടക്കുന്നുണ്ട്. ആൻറ്റി പറഞ്ഞോ. ഞങ്ങൾ ഒത്തിരി കഷ്ടത്തിലാണ്. ഞങ്ങളെ ദൈവദാസൻ കടന്നു വന്ന് ഞങ്ങൾക്ക് ദൈവമായിട്ടാണ് ദൈവദാസനെ പള്ളിക്കുന്ന സജിപ്പാസ്റ്ററെ ഇവിടെ കൊണ്ടുവരുവാൻ ഇടയായി തീർന്നത്. ഞങ്ങൾ ഒത്തിരി കഷ്ടത്തിലും പ്രയാസത്തിലുമാണ്. ഞങ്ങൾ ജപ്തി നടപടിയുടെ മധ്യത്തിലാണ്. ഞങ്ങൾ ബാങ്കുകാരോട് ഒക്കെ കാല് പിടിച്ച് കരഞ്ഞ് അവരുടെ അടുത്ത് പോയി, ഞങ്ങളെ ജപ്തി ചെയ്യരുത്, ഞങ്ങളെ ഉപേക്ഷിക്കരുത്, ഞങ്ങൾക്ക് നീട്ടിത്തരണം, ദൈവം ഞങ്ങൾക്ക് തരും, ദൈവം ഞങ്ങൾക്ക് തരുമ്പോൾ ഞങ്ങൾ അടയ്ക്കാം എന്നുള്ള വിശ്വാസത്തോടെ ഞങ്ങൾ പറയുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പ്രിയ ദേവദാസനോടും ഞങ്ങളുടെ ആവശ്യങ്ങളും ഞങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ ഞങ്ങൾ പലപ്പോഴും അറിയിക്കുകയും, പ്രിയ ദേവദാസൻ ഇന്ന് പൽക്കാലം ഞങ്ങളുടെ അടുത്ത് കടന്നു വരുവാൻ എല്ലാം ദൈവം കൂട്ടി വരുത്തുക എന്നല്ലാതെ ഞങ്ങൾക്ക് മറ്റൊന്നും പറയാനില്ല. അതുകൊണ്ട് എല്ലാവരും ഞങ്ങളെ സഹായിക്കണം. ഞങ്ങളുടെ കൂടെയായിരുന്നു. എൻ്റെ അമ്മ 2 വർഷത്തോളം രോഗിയായി കിടന്നു. ഒരുപാട് കഷ്ടത ഞങ്ങൾ അനുഭവിച്ചു. ഞങ്ങളിൽ നിന്നും 2023 നവംബർ 12-ാം തീയതി ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുവാൻ ഇടയായി തീർന്നു. അതിൻ്റെ ശേഷം 25-ലാണ് ദേവദാസൻ ഇപ്പോൾ രോഗിയായി ഇങ്ങനെ ഭാരപ്പെടുവാനിടയായി. ഞാൻ അവിടെ 10 വർഷത്തോളമായി കാലിന് സുഖമില്ലാതെ, ശരീരത്തിന് സുഖമില്ലാതെ ഭവനത്തിൽ വിശ്രമിക്കുകയായിരുന്നു. അപ്പോഴാണ് ദേവദാസനും ഈ അവസ്ഥ വന്ന്. ദൈവമക്കളുടെയും ദേവദാസന്മാരുടെയും പ്രാർത്ഥന കൊണ്ട് ഞങ്ങൾക്ക് ഇത്രത്തോളം കർത്താവ് സൗഖ്യം തന്നു. പൂർണ്ണമായ ഒരു സൗഖ്യത്തിനും ഞങ്ങളുടെ ജപ്തി നടപടിക്കും വേണ്ടി ദേവദാസന്മാരെല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഞങ്ങൾക്ക് വേണ്ടി സഹായ സഹകരണങ്ങൾ ചെയ്യുകയും ചെയ്യണം. ഞങ്ങൾക്ക് വലിയ കടബാധ്യതയാണ്. എങ്ങനെ വീടണമെന്നറിയുന്നില്ല. രാവും പകലും ദൈവത്തോട് നിലവിളിക്കുക മാത്രമാണ് ചെയ്യുന്നത്. ദൈവം ഞങ്ങളെ കൈവിടുകയില്ല എന്നുള്ള വിശ്വാസത്തോടെ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ദൈവം ഞങ്ങളെ സഹായിക്കും. ദേവദാസന്മാരും ദൈവമക്കളെല്ലാവരും ഞങ്ങളെ സഹായിക്കും. അതാണ് എനിക്ക് പറയാനുള്ളത്. ഞങ്ങളെ സഹായിക്കാൻ മറ്റാരുമില്ല. സ്വർഗത്തിലെ ദൈവം എല്ലാവരെയും ഒന്ന് സഹായിക്കണം. ഞങ്ങൾക്ക് സാമ്പത്തികമായി വളരെ ഞങ്ങൾ ബുദ്ധിമുട്ടിലാണ്. ഞങ്ങൾക്ക് 2 പേർക്കും ഒരു ജോലിയോ കാര്യങ്ങളോ ഒന്നും ചെയ്യത്തില്ല. ഞങ്ങൾ ഇത്രത്തോളം നാൾ കർത്താവിൻ്റെ വേല ചെയ്ത് സ്വന്തം കൈകൾ കൊണ്ട് അധ്വാനിച്ചിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എത്ര റബ്ബർ വെട്ടുമായിരുന്നു? 1750 മരം വെട്ടുമായിരുന്നു. ഞങ്ങൾ 2 പേരും ടാപ്പിങ് ചെയ്യും. 2 പേരും കൂടെ ചെയ്യും. 1750 മരം വെട്ടുകയും അപ്പോൾ തന്നെ സുവിശേഷ വേലയും ചെയ്യും. അങ്ങനെയായിരുന്നു. അങ്ങനെ 3 മക്കളെയും കർത്താവിൻ്റെ വേലയ്ക്ക് ആക്കി. 3 പേരും കർത്താവിൻ്റെ വേലയ്ക്ക് പോയി. വിട്ടുവാ. ഇപ്പോഴും ഒരു ചോദിക്കും, ഞങ്ങൾ പറഞ്ഞു വേണ്ട, കലപ്പയ്ക്ക് വെച്ചിട്ട് സുഖത്തിൽ കൊള്ളാവുന്നതിനല്ലല്ലോ, അതുകൊണ്ട് ഞങ്ങൾ ജീവിച്ചോളാം, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറയും. അങ്ങനെ ഇത്രത്തോളം ദൈവം ഞങ്ങളെ കൊണ്ടുവന്നു. അതുകൊണ്ട് ദൈവദാസന് എല്ലാവരും ഞങ്ങളെ സഹായിക്കണം. ഈ കടബാധ്യത ഞങ്ങൾക്കൊരു വിടുതൽ, ജപ്തി നടപടി ഇപ്പോൾ ദൈവദാസൻ കണ്ടല്ലോ എത്രയോ ആൾക്കാരിവിടെ ഇപ്പം കയറി വന്നത്. അതുകൊണ്ട് ഈ കടബാധ്യത ഞങ്ങൾക്കൊരു മോചനം കിട്ടണം. അതാണ് ഞങ്ങളുടെ ആഗ്രഹം. ഈ ദേശത്ത് കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി പ്രവർത്തിക്കണം. എത്രത്തോളം കർത്താവ് ആയുസ്സും ആരോഗ്യവും തരുന്നോ അത് കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി മാത്രം ജീവിക്കണം. അത് മാത്രം ഒരാഗ്രഹം മാത്രമേ ഉള്ളൂ. ഞങ്ങൾക്ക് കടഭാരം മാത്രം ഒന്ന് നീങ്ങിത്തന്ന് ഞങ്ങൾക്ക് നടക്കാനുള്ള അല്പം സൗഖ്യം കർത്താവ് ഞങ്ങൾക്ക് തരണം. അതുകൊണ്ട് എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഈ കടഭാരത്തിൽ നിന്ന് ഞങ്ങൾ 3 ബാങ്കുകൾ ഞങ്ങൾക്ക് ബാധ്യതകളുണ്ട്. അതിൽ നിന്നൊരു വിടുതൽ ഞങ്ങൾക്ക് നൽകണം. എല്ലാവരും ഞങ്ങളെ സഹായിക്കണം. നിങ്ങളെല്ലാവരും സഹായിച്ചില്ലെങ്കിൽ ഞങ്ങൾക്ക് ആരും സഹായമില്ല. കർത്താവ് മാത്രമാണ് സഹായം. അതുകൊണ്ട് എല്ലാവരും ഞങ്ങളെ സഹായിക്കുകയും ഞങ്ങൾക്ക് വേണ്ടി കരുതുകയും ചെയ്യണം. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞങ്ങൾക്ക് പൂർണ്ണമായ ഒരു സൗഖ്യം വേണം. ഞങ്ങളുടെ ജപ്തി നടപടി നീങ്ങിക്കിട്ടണം. ഞങ്ങളുടെ ഇപ്പോഴുള്ള അവസ്ഥ ദേവദാസനോട് വന്നപ്പോൾ ദേവദാസൻ കണ്ടല്ലോ, ഇപ്പോൾ കുറേ ആൾക്കാർ ഇവിടെ കയറി വന്നതൊക്കെ ദേവദാസനെ ദൈവമായിട്ടാണ് ഇവിടെ ഞങ്ങളുടെ അടുത്ത് കൊണ്ടുവന്നത്. എൻ്റെ കർത്താവ് എന്നോട് ഒരു മീറ്റിങ്ങിൽ ഇങ്ങനെ പറയുവാനിടയായി, നിൻ്റെ അടുത്ത് ഞാൻ ദൂതനെ അയക്കുമെന്ന്. ദേവദാസൻ കഴിഞ്ഞ ദിവസം വിളിച്ച് പറഞ്ഞിങ്ങോട്ട് വരുമെന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ 2 ദിവസം മുമ്പിലാണ് ഒരു ദേവദാസൻ കൂടി എന്നോട് ആലോചന പറയാനിടയായി, ദൂതനെ ഇങ്ങോട്ട് അയക്കുമെന്ന്. അപ്പോൾ ദൂതൻ വന്നതുപോലെ തന്നെയാണ്, കർത്താവാണ് ദൂതനെ അയച്ച് ദേവദാസനെയും ഭവനത്തിൽ കൊണ്ടുവന്ന് ഞങ്ങൾക്കൊരു അനുഗ്രഹവും ഒരു വിടുതലും ആയിത്തീരുവാൻ ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഞങ്ങളെ സഹായിക്കണം. എല്ലാവരും ഞങ്ങളെ സഹായിക്കണമെന്ന് അപേക്ഷിക്കുകയാണ്. ബാങ്കിൽ അക്കൗണ്ട് ഉള്ള കാനഡ ബാങ്കിൽ ആരുടെ പേരിലാ
എൻ്റെയും പാസ്റ്ററുടെയും പേരില്ല, ഞങ്ങൾ രണ്ടുപേരുടെയും പേരില്ല. എങ്ങനെ പേര് കിടക്കുന്നതിനകത്ത്? AL ജോസും ലീലാമ്മ ജോസും. ഓക്കെ, ശരി. അപ്പോൾ ബ്രാഞ്ച് ഏതാ? പെരുമ്പടവ് ബ്രാഞ്ച് കാനറ ബാങ്ക്. ഓക്കെ. പ്രിയമുള്ളവരെ, ദൈവം അനുഗ്രഹിക്കട്ടെ. അക്കൗണ്ടിൽ മാത്രം പൈസ അയയ്ക്കുക, വേറെ ഒരു അക്കൗണ്ടിൽ പൈസ അയക്കേണ്ട. നമ്മുടെ യൂട്യൂബിൻ്റെ നിയമപ്രകാരം നമുക്ക് യൂട്യൂബിനകത്ത് അക്കൗണ്ട് നമ്പർ ഇപ്പോൾ കൊടുക്കാനായിട്ട് പറ്റുകയില്ല. അതുകൊണ്ട് ബന്ധപ്പെടുവാനുള്ള ഫോൺ നമ്പറാണ് കൊടുക്കുന്നത്. സഹായിക്കാൻ താല്പര്യമുള്ളവർ, പ്രിയമുള്ളവർ സഹായിക്കണം, മാക്സിമം അവരെ സഹായിക്കണം. സഹായിക്കാൻ താല്പര്യമുള്ള പ്രിയമുള്ളവരെ ഈ ഫോൺ നമ്പറിൽ കൊടുക്കുന്ന ഫോൺ നമ്പറിൽ വിളിക്കുകയോ വാട്സാപ്പിൽ ഒരു മെസ്സേജ് അയക്കുകയോ ചെയ്താൽ തീർച്ചയായിട്ടും ഇവരുടെ എല്ലാ രേഖകളും അയച്ചു തരാം. അതുപോലെ തന്നെ ബാങ്ക് അക്കൗണ്ട് അയച്ചു തരാം. ഇവരുടെ തന്നെ ബാങ്ക് അക്കൗണ്ടാണ്, വേറെ ഒരു അക്കൗണ്ടിൽ നമുക്ക് പൈസ അയക്കേണ്ട. ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്ക് മാത്രമേ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെയുള്ളവരെ സഹായിക്കാനുള്ള കൃപ ദൈവം നമുക്ക് തന്നിട്ടുണ്ടല്ലോ. അതിന് വഴികളുമില്ലാതെ പ്രയാസപ്പെടുന്ന ഈ ദൈവദാസിയെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കുക. നിങ്ങൾക്ക് കഴിയുന്ന എല്ലാ സഹായങ്ങളും പ്രാർത്ഥനകളും ഈ ദൈവദാസന് നൽകണം. നമ്മളെ സഹായിക്കുന്ന എല്ലാം കർത്താവിനാണ് സഹായിക്കുന്നത്. ഇങ്ങനെ നൂറുകണക്കിന് കർത്തദാസന്മാരെ സഹായിക്കുവാൻ, മറ്റുള്ളവരെ സഹായിക്കാൻ ദൈവം നമുക്ക് കൃപ തന്നിട്ടുണ്ട്. അവർ ജപ്തിയല്ല ഒഴിവാക്കി സന്തോഷത്തോടെ ജീവിക്കുന്നു. അത് ഓർക്കുമ്പോൾ പ്രത്യേകമായിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. ഈ തറയൊക്കെ പേപ്പർ ഷീറ്റാണ് വിരിച്ചിരിക്കുന്നത്. ഓക്കെ, ദൈവം അനുഗ്രഹിക്കട്ടെ കേട്ടോ. തീർച്ചയായിട്ടും സഹായിക്കണേ. ദൈവം അനുഗ്രഹിക്കട്ടെ.